ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനായി ബിരിയാണി ചെമ്പിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗ്രാമ്പു, തക്കോലം, ഏലക്ക, ജാതിപത്രി, പെരിഞ്ചീരകം എന്നിവ ചേർക്കുന്നു. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം. ഞാൻ 1.5 കിലോ റൈസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 1.5 കിലോ ജീര റൈസാണ്. അതിന് ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് മൂടി വെച്ച് കഴിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ചിക്കൻ മസാല പുരട്ടി വയ്ക്കണം. മസാല പുരട്ടി വയ്ക്കാനുള്ളതിൻ്റെ ചേരുവകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. മസാല പുരട്ടി 1 മണിക്കൂർ നേരം റെസ്റ്റിന് വയ്ക്കുക. അതിനുശേഷം നമ്മളിത് വറുത്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ വറുത്ത എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള വഴണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചിക്കൻ തേച്ച് വെച്ചിരുന്ന അതിൻ്റെ ബാക്കി മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാൻ ബാക്കി വന്ന മസാലയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല കിടന്ന് കുറച്ച് നേരം കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് വീഡിയോയിൽ സ്കിപ്പായി. അതിനുശേഷം നമുക്കിത് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ കൂടെ ഇട്ട് മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.